ഇന്നെന്താടി നീ നേരത്തെ? രാവിലെ നീ തുണിക്കടയിലേക്കല്ലേ പോയത്? ഇങ്ങനെ അഴിഞ്ഞാടി അങ്ങ് നടന്നാൽ മതിയല്ലോ, ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. ഇന്ന് ഞങ്ങളൊന്ന് പുറത്തു പോവുക അമ്മായി, കുറച്ച് നേരത്തെ പോരുന്നതാ. ആരോട് ചോദിച്ചിട്ട്? സുധർമ്മ രംഗം കൊഴുപ്പിച്ചു. നിനക്കൊക്കെ തോന്നുന്നത് പോലെ നടക്കാനും കയറി വരാനും ഇത് സത്രമൊന്നുമല്ല. ഒരുത്തി എവിടെയും പോകുന്നില്ല. വേദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. അത് നീയാണോ തീരുമാനിക്കുന്നത്? മോഹനൻ്റെ ശബ്ദം കേട്ടപ്പോൾ സുധ വാതിലിന് നേരെ തിരിഞ്ഞു. അല്ല, 3 പെൺപിള്ളേരല്ലേ, ഇപ്പോൾ തന്നെ 4 മണിയായില്ലേ, അതിനെന്താ? മക്കൾ റെഡിയായി പോകാൻ നോക്ക്. പിള്ളേർ രാവിലെ തന്നെ എന്നോട് സൂചിപ്പിച്ചിരുന്നു പോകുന്ന കാര്യം. ഓ, അമ്മാവനും മക്കളും കൂടെ നേരത്തെ തീരുമാനിച്ചതാണേ പിന്നെ ഇവിടെ എൻ്റെ വാക്കിനൊരു വിലയും ഇല്ലല്ലോ. വിലയും വിലകേടും ഒക്കെ അവനവൻ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാ. പിന്നെ നാളെ വൈകിയെ കാണാൻ ഞാൻ പറഞ്ഞ ചെറുക്കൻ കൂട്ടർ വരും. സുധ പോകുന്നത് നോക്കി മോഹനൻ പിന്നിൽ നിന്നും പറഞ്ഞു. സുധ എന്തോ പിറുപിറുത്തു. വൈകിയുടെ ബാഗിൽ കിടന്ന ചില്ലറയെല്ലാം പെറുക്കി വേദു തൻ്റെ കുടുക്കയിലേക്കിട്ടു. പൊട്ടിക്കാറായോ വേദു? ചില്ലറ കുലുക്കി നോക്കുന്ന വേദുവിനെ കണ്ട് ഭാവ ചോദിച്ചു. ആയിന്ന് തോന്നുന്നു. വൈകേച്ചി വേഗം പോയി കുളിച്ചേ. വൈക കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും വൈകിയുടെ ബാഗിൽ കിടന്ന വട്ടപാത്രം എടുത്ത് കഴുകി വെച്ച് ഒരു ഗ്ലാസ് കട്ടനും എടുത്തു വെച്ച് ഭാവ. വൈകിട്ട് വരുമ്പോൾ വൈക ഒന്നും കഴിക്കാറില്ല, പിന്നെ അത്താഴം കഴിക്കും. 3 പേരും റെഡിയായി. ലൈറ്റ് മഞ്ഞ നിറത്തിലെ ചുരിദാറാണ് വൈക ധരിച്ചത്. വാവ ഒരു ലെഗിനും ടോപ്പും, വേദു മിടിയും ടോപ്പും. അമ്മാവനോട് പറഞ്ഞ് 3 പേരും ഇറങ്ങി. കല്ലുകെട്ട് ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ വിഷ്ണുവിൻ്റെ ബൈക്ക് അവർക്ക് മുന്നിൽ വന്നു നിന്നു. എങ്ങോട്ടാ 3 പേരും കൂടെ? ഒന്ന് പുറത്തു പോവുക. വിച്ചേട്ടൻ ഇന്ന് നേരത്തെയാണോ? ഭാവയാണ് ചോദിച്ചത്. കുറച്ച്. എങ്കിൽ വിട്ടോ 3 പേരും. വേദുവിനെ നോക്കി കണ്ണൊന്ന് ചിമ്മി വെച്ചു. ആള് ഡിഗ്രി 3ാം വർഷമാണ്. തൊട്ടടുത്ത വീടാണ്. അച്ഛൻ സുരേഷ് ഓട്ടോ ഡ്രൈവറാണ്, അമ്മ വീട്ടമ്മയും. ബസ് വന്ന് നിർത്തിയതേ 3 പേരും കയറി. ആവേശത്തോടെ സൈഡ് സീറ്റ് പിടിച്ചിരിക്കുന്ന വേദുവിനരികിൽ വൈകയും വാവയും ഇരുന്നു. ആദ്യം ഒരു ടെക്സ്റ്റൈൽസിൽ കയറി. 2 പേർക്കും ഓരോ ജോഡി ഡ്രസ്സ്. ഏറ്റവും വില കുറഞ്ഞത് തിരഞ്ഞു പിടിച്ചെടുക്കുന്ന അനുജത്തിമാരെ വൈക അലിവോടെ നോക്കി. നല്ലത് തന്നെ വൈക സെലക്ട് ചെയ്തു. ഇത്രയും വിലയുടെ ഒന്നും വേണ്ട ചേച്ചി, പാപ്പ പറഞ്ഞു. അതെ, വേദുവും അത് ശരിവെച്ചു. മക്കള് വാ, ചേച്ചിക്ക് എടുക്കണ്ടേ? ചേച്ചിക്ക് ടെക്സ്റ്റൈൽസിൽ അവിടുത്തെ ഡ്രസ് കോഡല്ലേ. സുധർമ്മയ്ക്ക് നല്ലൊരു സാരി തന്നെ വാങ്ങി. എത്ര നല്ലത് വാങ്ങിക്കൊടുത്താലും ഒരു കുറ്റം കണ്ടുപിടിക്കും. മോഹനൊരു ഷർട്ടും മുണ്ടും വാങ്ങി. ബില്ല് പേ ചെയ്തിറങ്ങി. അടുത്തത് ഫുഡ് കോർട്ടിൽ കയറി. 3 ബിരിയാണി ഓർഡർ ചെയ്യുമ്പോൾ വേദുവിൻ്റെ കണ്ണുകളിൽ അത്ഭുതമായിരുന്നു. വാവയ്ക്ക് വിഷമം തോന്നി. ഇന്നലത്തെ തങ്ങളുടെ സംസാരം ചേച്ചി കേട്ടിട്ടുണ്ട്. അതാണ് ഇത്ര ബുദ്ധിമുട്ടുകൾക്കിടയിലും ഞങ്ങളെയും കൂട്ടി വന്നത്. മക്കൾക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും ചേച്ചിയോട് പറയണം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പിന്നെ ആരോടാ പറയുക? ചേച്ചിക്ക് അതൊരു ബുദ്ധിമുട്ടാകൂ എന്നൊന്നും മക്കൾ ചിന്തിക്കരുത്. വൈക പറഞ്ഞപ്പോൾ 2 പേരുടെയും കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ പ്ലേറ്റിൽ നിന്നും വേദുവിൻ്റെ പ്ലേറ്റിലേക്ക് കുറച്ചുകൂടെ വിളമ്പി നൽകി. ചിക്കൻ പീസും എടുത്തു വെച്ചു കൊടുത്തു. കഴിക്ക്, ചിരിയോടെ വൈക പറഞ്ഞു. 2 ഐസ്ക്രീം കൂടെ പറഞ്ഞു. അനുജത്തിമാർ ആസ്വദിച്ച് കഴിക്കുമ്പോൾ നിറയുന്നത് വൈകയുടെ മനസ്സാണ്. അമ്മാവനും അമ്മായിക്കും പാഴ്സൽ വാങ്ങി ബില്ല് പേ ചെയ്ത് വേഗം ഇറങ്ങി. ഫോണിൽ സംസാരിച്ച് അകത്തേക്ക് കയറുമ്പോൾ ഒരു മിന്നായം പോലെ എബി വാവയെ കണ്ടു. വൈഷ്ണവി തന്നെയാണോ എന്നുറപ്പിക്കാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. കൂടെയുള്ളവരോട് സംസാരിച്ച് ചിരിച്ചു കളിച്ച് പോകുന്നു. കയ്യിൽ 3-4 കവറുമുണ്ട്. കോളേജിൽ വെച്ച് ആ കുട്ടി പറഞ്ഞതൊക്കെ കളവാണോ? വെറുതെ ആണേലും എബി ചിന്തിക്കാതെ ഇരുന്നില്ല. ഇപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോഴേ ഞാൻ പറഞ്ഞതാ കണ്ടിടത്തൂടെ ഒന്നും വിടണ്ടെന്ന്. ഇപ്പോൾ സമയം 7 കഴിഞ്ഞു. 3-ന് നല്ല തൊലിവെളുപ്പും കൂടെ ഉള്ളതുകൊണ്ട് നിർത്തുന്നുണ്ടോ നീ എന്നാ? ഞാൻ പറയുന്നതിനെല്ലാം നിങ്ങൾക്ക് കുറ്റമാ. ലാസ്റ്റ് വയറും വീർപ്പിച്ച് വരുമ്പോൾ ആരുത്തരിക്കുമെന്ന് ഓർത്താ?
എൻ്റെ പൊന്നു സുധേ, അടുത്തൊക്കെ ആളുകളുള്ളതാ. പറഞ്ഞിട്ട് മോഹനൻ ടോർച്ചും എടുത്ത് കല്ലുകെട്ടിറങ്ങി. റോഡിലേക്ക് ഇറങ്ങിയതേ കണ്ടു സുരേഷിൻ്റെ ആട്ടോയിൽ വന്നിറങ്ങുന്ന മൂവരെയും. പിള്ളേരെ ബസ് സ്റ്റോപ്പിൽ നിന്നും കണ്ടതാ, സുരേഷ് പറഞ്ഞു. കയറിപ്പോ മക്കളെ. പറഞ്ഞിട്ട് മോഹനൻ സുരേഷിനോട് സംസാരിച്ച് അവിടെ നിന്നു. നാളെ വൈകിയെ കാണാൻ ചെറുക്കൻ കൂട്ടർ വരുന്ന കാര്യമാണ്. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ സുധ നടുമുറിയിലിരിപ്പുണ്ട്. മുന്നേ കയറിയ വൈകിയെ കണ്ടതേ അവരുടെ മുഖം ഇരുണ്ടു. ദാ അമ്മായി. ബിരിയാണി അടങ്ങിയ കവറും സാരി കവറും സുധയുടെ നേരെ നീട്ടി. ഓ. പുച്ഛത്തോടെ അവരത് വാങ്ങി. ബിരിയാണിയുടെ മണം അടിച്ചതേ മുഖമൊന്നു തെളിഞ്ഞെങ്കിലും അവരത് പുറത്ത് കാണിച്ചില്ല. സാരി എടുത്ത് ആദ്യം വിലയാണ് സുധ നോക്കിയത്. ഇതൊന്നിനും കൊള്ളില്ല. 10,000 കൊടുത്ത് നല്ലൊരെണ്ണം വാങ്ങാമായിരുന്നു. പോയപ്പോൾ ഒരു 5,000 രൂപ തന്നു വിടാൻ മേലായിരുന്നോ? പറമ്പിൽ നിന്ന് കിട്ടുന്ന തേങ്ങയും അടക്കി എല്ലാം വിറ്റ് പൂർത്തി വെച്ചിരിക്കുകയല്ലേ? വാവ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറി. മടഞ്ഞിട്ട മുടിയിലെ ക്ലിപ്പ് അഴിച്ചു മാറ്റി പിന്നൽ വിടർത്തി അവൾ മുടി ചുറ്റിക്കെട്ടി വെച്ചു. ഞാനിവിടെ പൂഴ്ത്തി വെച്ചിരിക്കുകയല്ലേ എന്ന് വെച്ചാൽ നീ ആൾ കൊള്ളാലോ. വാവ എന്തോ പറയാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതേ വൈക തടഞ്ഞു. അവർക്ക് എന്തിനാ ചേച്ചി ഇതൊക്കെ വാങ്ങിയത്? ആ ബിരിയാണി എടുത്ത് ആ പട്ടിക്ക് കൊടുത്താൽ അത് വാലെങ്കിലും ആട്ടി കാണിക്കും. വാവേ, നീയൊന്നും മിണ്ടാതിരിക്കുക. മോഹനൻ ചുമയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തുണിയും ബിരിയാണിയും വേദുവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. കവർ വാങ്ങി ടേബിളിൽ വെച്ച് മോഹനൻ സുധയെ നോക്കാൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ ആസ്വദിച്ച് കട്ടിലിരുന്ന് കഴിക്കുവാണ്. ഒന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങി. ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ വാവയുടെയും വേദുവിൻ്റെയും മനസ്സ് നാളത്തെ പെണ്ണ് കാണലിലായിരുന്നു. എന്നത്തെയും പോലെ രാവിലെ എഴുന്നേറ്റ് വൈക. ഞായറാഴ്ച രണ്ടുപേരെയും വിളിക്കാറില്ല. ഒരു ദിവസം കിട്ടുന്ന അവധിയും ഉറക്കവും ഒക്കെയാ. അല്ലെങ്കിൽ 2ാം ശനിയോ മറ്റോ ആകണം. രണ്ടുപേരെയും നന്നായി പുതപ്പിച്ചു. ഇന്നലെ കഴിച്ച ബിരിയാണിയുടെ വേസ്റ്റ് എല്ലാം അടുക്കളയിലൂടെ കിടപ്പുണ്ട്. അമ്മായി വേസ്റ്റ് പൂച്ചയ്ക്ക് കൊടുത്തതാകും. എല്ലാം നിരത്തി വാരി വലിച്ചിട്ടിരിക്കുന്നു. ആദ്യം അത് വൃത്തിയാക്കിയിട്ടാണ് ബ്രഷ് ചെയ്യാനും മുഖം കഴുകാനും വൈകി ഇറങ്ങിയത്. ഒരു ഗ്ലാസ് കട്ടനും ഇട്ട് കുടിച്ചു. കഞ്ഞിക്ക് വെള്ളം വെച്ച് ചപ്പാത്തിക്ക് മാവും കുഴച്ചു വെച്ചു. അരി കഴുകി അടുപ്പത്തിട്ടു തീയും കൂട്ടി വെച്ചു. മുട്ട ഇരിപ്പുണ്ട്. അമ്മാവൻ വാങ്ങിയതായതുകൊണ്ട് എടുത്താൽ അവർ കിടന്ന് തുള്ളും. ഉരുളക്കിഴങ്ങെടുത്ത് പച്ചക്കരച്ച് വെച്ചു. ചോറിന് കൂട്ടാൻ പയറുതോരനും ഒരുക്കി. കുറച്ച് ഉണക്കമീനെടുത്ത് വെള്ളത്തിലേക്കിട്ടു. ഇന്നലെ വൈകിട്ട് അവളുമാർ വെച്ച മോരുകറിയും കാണും. ഇന്നലെ ഇവിടെ നിന്നും ആരും ഒന്നും കഴിച്ചില്ലല്ലോ. മൂട മാറ്റി നോക്കിയപ്പോൾ മോരുകറി ഇരുന്ന പാത്രം മാത്രം മൂടി വെച്ചിട്ടുണ്ട്. അമ്മായിയുടെ ഒരു സ്വഭാവമാണിത്. ചോറോ കറിയോ തീർന്നാൽ അതവിടെ മൂടി അങ്ങ് വെക്കും. കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകാനുള്ളതിൻ്റെ കൂടെ ഇട്ടാലെന്താ? പലപ്പോഴും ചിന്തിക്കും. ഒരു രസം വെച്ചു. അകത്തെ ജോലിയൊക്കെ തീർത്ത് പുറത്തേക്കിറങ്ങി. തുണിയൊക്കെ സോപ്പ് പൊടിയിൽ മുക്കി വെച്ചു. വെളിച്ചം വീണ് തുടങ്ങിയിട്ടുണ്ട്. ചൂലും എടുത്ത് വൈകം മുറ്റം അടിച്ചു വരാനിറങ്ങി. താഴോട്ടുള്ള വഴിയൊക്കെ ആഴ്ചയിൽ ഒന്നേ തൂക്കൂ. മഴ പെയ്ത സമയത്ത് തെറ്റൽ കാരണം മോഹനൻ മക്ക് വാരിയിട്ടതാണ്. തൂക്കാൻ പാടാണിപ്പോൾ. വീതിയുള്ള വഴി ഇറങ്ങിച്ചെല്ലുന്നത് കല്ലുകെട്ടിലേക്കാണ്. കല്ലുകെട്ടിറങ്ങിയാൽ നേരെ റോഡിലേക്ക്. കല്ലുകെട്ടിനടുത്ത് വരെ തൂത്തുവാരിയിട്ടു. അവരൊക്കെ വരുന്നതല്ലേ, വൃത്തിയായി കിടക്കട്ടെ എന്ന് വൈക ചിന്തിച്ചു. ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ കുളിയും നടത്തി. വൈക അകത്തേക്ക് കയറുമ്പോൾ രണ്ടുപേരും എഴുന്നേറ്റിട്ടുണ്ട്. ചേച്ചി രാവിലെ കുളിയും കഴിഞ്ഞോ? ചെറുക്കൻ കാണാൻ വരുന്നത് കൊണ്ട് സുന്ദരിയായി നിൽക്കുകയാണല്ലേ. മുന്നിലേക്കിട്ട് തലമുടി തോർത്തുന്ന വൈകിയെ പിന്നിൽ നിന്നും ചുറ്റി പിടിച്ചു വേദു. എന്നും രാവിലെ കുളിക്കുന്നതല്ലേ വേദൂസേ? ഞായറാഴ്ച ഒന്നും ചേച്ചി രാവിലെ കുളിക്കാറില്ല. ശരി, സമ്മതിച്ചു. രണ്ടുപേരും പോയി പല്ലൊക്കെ തേച്ച് വാ, കാപ്പി എടുക്കാം. വൈക കാപ്പി ഇടാൻ ചെല്ലുമ്പോൾ മോഹനൻ കാപ്പി ഉണ്ടാക്കി. ഞാൻ കാപ്പി ഇട്ടു. വൈകയെ കണ്ടപ്പോൾ തിരിഞ്ഞു നോക്കി ചിരിയോടെ പറഞ്ഞ് കാപ്പി ഗ്ലാസ്സിലേക്ക് പകർത്തി. പിള്ളേർക്കും എടുത്തിട്ടുണ്ട്. 10 ആകുമ്പോൾ അവർ വരും. പാല് വാങ്ങിയത് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. ദാ ബേക്കറി വാങ്ങിയത്. അടുക്കള ഷെൽഫിൻ്റെ മൂലയിൽ നിന്നും ഒരു കവറെടുത്ത് മോഹനൻ വൈകിയെ ഏൽപ്പിച്ചു. ഇതൊന്നും അമ്മായി കണ്ടില്ലേ? അടുക്കളയിലേക്ക് ഇറങ്ങി വന്ന വാവ ചോദിച്ചു. ഇല്ല, വാവയെ നോക്കി ചിരിയോടെ അയാൾ പറഞ്ഞു. എല്ലാവരും പോയി പല്ലൊക്കെ തേച്ച് വല്ലതും ഒക്കെ കഴിച്ച് നല്ല വേഷമൊക്കെ ധരിച്ച് നിൽക്ക്. സമയം ഇപ്പോൾ അങ്ങ് പോകും.
9:30 കഴിഞ്ഞപ്പോൾ വിച്ചുവിൻ്റെ അമ്മ ബിന്ദുവും വന്നു. തൊട്ടടുത്തുള്ള ആകെ ഒരു ആശ്രയമാണ്. സുധയുള്ളതുകൊണ്ട് അധികം വരാറില്ല. വാവയെ വലിയ കാര്യമാണ്. പറയാനുള്ളത് വാവ മുഖത്തു നോക്കി ആരായാലും പറയും. മറ്റു രണ്ടുപേരും അങ്ങനെയല്ല. നിങ്ങളുടെ അമ്മായിയെ കടന്നൽ കുത്തിയോ പിള്ളേരെ? അത് കാര്യമാക്കണ്ട ബിന്ദു ചേച്ചി, അതിനെ എന്നും എന്തേലുമൊക്കെ കുത്തും, വാവ പറഞ്ഞു. ഒരു കരിമ്പച്ച കളർ കോട്ടൺ സാരി ഭംഗിയായി ബിന്ദു വൈകിയെ ഞൊറിഞ്ഞൊടിപ്പിച്ചു. ചുരിദാർ മതിയായിരുന്നു. നീ സാരി ഉടുക്കുമ്പോൾ നല്ല ഭംഗിയാ പെണ്ണേ. ചെറുക്കൻ ഒറ്റ നോട്ടത്തിൽ വീഴണം. അവരെത്തി കേട്ടോ, മോഹനകത്തേക്ക് നോക്കി വിളിച്ചു പറയുമ്പോൾ വൈകിയുടെ ഉള്ളൊന്ന് വിറച്ചു.